രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനിമോളാണ് പറയാൻ വന്നത്. അപ്പോൾ അതിനു മുമ്പ് ആദില അനിമോളെ ചവിട്ടി കീറുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് പോയത്. ആദില സ്വയം പൊങ്ങിയിട്ട് അനിമോളെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിൽ. പക്ഷേ അനിമോൾ വന്നിട്ട് ആരെയും ഒന്നും പറയാതെ അനിമോളുടെ കാര്യം തന്നെ പറയുമായിരുന്നു. ഞാൻ ഒരുപാട് സ്ട്രെസ്സിലൂടെയൊക്കെ വന്ന ആളാണ്. ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചതാണ്. കാരണം ഇവിടെ വന്നപ്പോഴും 10-26 കണ്ടസ്റ്റൻസിൻ്റെ സ്വഭാവങ്ങൾ പല രീതിയിലായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് തന്നെ പല ആൾക്കാരുമായിട്ടും ഇടപഴകിയത് കൊണ്ട് ഓരോരുത്തരുടെ മൈൻഡും പ്രവർത്തികളും ഓരോ രീതിയാണെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ഇത് നമ്മളൊരു കുടുംബം പോലെ മുന്നോട്ട് പോകണം. പക്ഷേ പേരൻസ് ഒന്നും ഇല്ലാത്ത ഒരു കുടുംബം. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ഇറങ്ങി ഓടാനോ പോകാനോ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അത് ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഇവിടെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അതൊന്നും ചിന്തിക്കാറില്ല. ഇനിയുള്ള ഗെയിമുകളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇവിടുത്തെ ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ പോകണം. പിന്നെ പുറത്ത് പോയി കഴിഞ്ഞ് നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഇതിലോട്ട് മുന്നോട്ട് പോകണം. ഇവിടെ പലരും ഇത് കഴിഞ്ഞാൽ ഓരോ ബുദ്ധിമുട്ടിലൂടെ അവരുടെ പ്രയാസങ്ങളിലൂടെ ജോലി ചെയ്തിട്ട് വേണം അവർക്ക് കുടുംബം ഇതാക്കാൻ. അതുപോലെ തന്നെയാണ് എനിക്കും അച്ഛനും അമ്മയൊക്കെ നോക്കാൻ ഒരുപാട് ഇനി അധ്വാനിക്കേണ്ടതുണ്ട് എന്നൊക്കെ അനിമോളുടേതായ കാര്യങ്ങൾ മാത്രം അനിമോൾ സംസാരിച്ചിട്ട് പോയത്. ആദില അനിമോക്കിട്ട് പണി കൊടുത്തിട്ടാണ് ആദില ഇന്ന് മൊത്തം സംസാരിച്ചത്. ബാക്കി അപ്ഡേറ്റായിട്ട്